നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പല ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദാനമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ബന്ധം. എന്ത് ബന്ധം? ആ ബന്ധം നമുക്ക് മനസ്സിലാക്കി തരുന്നത് യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ നമുക്ക് നൽകിക്കൊണ്ട് ഒരു ബന്ധത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കിതാ തരുന്നു. എന്താണ് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് തരുന്ന ബന്ധത്തെക്കുറിച്ചുള്ള അറിവ്? യേശു നമ്മളോട് പറയുന്നത് ദൈവം നിനക്ക് പിതാവാണ് എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. വെളിപ്പെടുത്തൽ മാത്രമല്ല, ആ ബന്ധത്തെക്കുറിച്ചുള്ള അനുഭവമാണ് യേശു നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. ബൈബിളിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലുള്ളതെല്ലാം ദൈവം നൽകിയതാണ് എന്ന് നമുക്ക് എല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ബൈബിൾ നമുക്ക് കൂടുതലായിട്ട് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യം ഒരു ബന്ധത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. ആ ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് പിതാവാണ് എന്ന കാര്യമാണ്. ലോകത്തിൽ ഒരു മതത്തിലും ആരും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നില്ല. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരേ ഒരു കൂട്ടര് ക്രിസ്തീയ വിശ്വാസികളാണ്. നമ്മളെ അത് പഠിപ്പിച്ചത് യേശുവാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് യേശു തന്നെയാണ്. യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആളുകളെല്ലാം ഇളകി, പ്രത്യേകിച്ച് യഹൂദന്മാരെല്ലാം ഇളകി. ഇവൻ ആരാ ദൈവത്തെ കയറി പിതാവേ എന്ന് വിളിക്കുവാൻ? എന്നാൽ യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ മാത്രമല്ല, നമ്മളെ എല്ലാവരെയും പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ദൈവം വെറും ഒരാണാണ് എന്ന അർത്ഥത്തിലല്ല. ദൈവം നമുക്ക് പൂർണ്ണനായ അപ്പനും പൂർണ്ണനായ അമ്മയുമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അട്ടെ, ഞാനിവിടെ ഇതുകൊണ്ട് പറയുകയാണ്, ദൈവം നമുക്ക് പിതാവാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. ദൈവം നമുക്ക് പൂർണ്ണനായ അപ്പനും പൂർണ്ണനായ അമ്മയുമാണ് എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നമ്മളിൽ പലരും പറയും, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല, ദൈവം ഒരു പിതാവാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ആ ബന്ധം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ ബന്ധം നമുക്ക് അനുഭവവേദ്യമാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യേശുവിനെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊണ്ട് അവരെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളാകാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു. യേശുവിനെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഒരു ദൈവ പൈതലാകുവാനുള്ള അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനും ആ ബന്ധം അനുഭവിക്കുവാനായിട്ടും കഴിയുക. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുവിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ നിർവഹിക്കുവാനായിട്ടുണ്ട്. ഈ
യേശുവിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. യേശുവിനോടും പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധമാണ് ദൈവപിതാവിനെ അനുഭവിച്ചറിയുവാൻ ഇടയാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ധ്യാനത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു ദൈവ പൈതലാണ് എന്ന അനുഭവം നമുക്കുണ്ടാകണം. ദൈവ പൈതലാണ് എന്ന അനുഭവം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ദൈവത്തെ പിതാവായിട്ട് അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. ഇത് സാധ്യതമായി തീരുന്നത് യേശുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയുമാണ്. യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, എൻ്റെ അടുക്കൽ വചനപ്രഘോഷണത്തിനായിട്ട് പോകാൻ വന്ന ഒരു സഹോദരന്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അനുഭവം, അദ്ദേഹത്തെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് എന്ന അനുഭവമാണ്. ഡോക്ടറിൽ ആണ് അദ്ദേഹത്തിന് അവസാനമായിട്ടുണ്ടായിരുന്ന പ്രത്യാശ. അതും ഒടിഞ്ഞുപോയി. ഇനി അയാൾക്ക് പ്രത്യാശിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ദൈവത്തെ വിളിക്കുന്നത്. ദൈവം മാത്രമേ എനിക്കുള്ളൂ എന്ന ബോധ്യത്തിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റെല്ലാ ആശ്രയത്തിന്റെ കമ്പും അയാളിൽ നിന്ന് താനെ താനെ പോയി. ഒരു ചെടിയിൽ നിന്ന് ഇലകളെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത് പോലെ ഇതാ എല്ലാം പൊഴിഞ്ഞു പോയി. ഒരേ ഒരു ഇല മാത്രം അവശേഷിക്കുന്നതാണ്. എന്താണ്? ദൈവം മാത്രം തുണ എന്ന ആ ഇല മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു വിഷയം നമ്മുടെ ബുദ്ധി നമുക്ക് പറഞ്ഞു തരുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നേടാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടും ഈ ഭൂമിയിലെ പണം കൊണ്ടും ഒക്കെ നമുക്ക് എത്തിച്ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ബുദ്ധി നമുക്ക് പറഞ്ഞു തരുന്നതെങ്കിൽ, നമ്മുടെ വിശ്വാസം നമുക്ക് പറഞ്ഞു തരുന്നത്, ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് യേശുക്രിസ്തുവിലൂടെ നാം എത്തിച്ചേരുന്ന ഒരു മേഖലയെക്കുറിച്ചാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തു നമ്മളിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഈ ഒരു അറിവ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുക. യേശുവിലൂടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ആരെല്ലാം യേശുവിന്റെ അടുക്കലേക്ക് വന്നു അവരെല്ലാം ഒരു പുത്തൻ വ്യക്തിയായിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി പിന്നെ അതുവരെയും ആയിരുന്ന ഒരവസ്ഥയിൽ അല്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെയും, ഈശോയാണ് നമുക്ക് പിതാവിന് തിരുവിഷ്ടം എന്തെന്ന് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി തരിക. അപ്പൊ അതുകൊണ്ട്
നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പിതാവിന്റെ തിരുവിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. പിതാവിന്റെ തിരുവിഷ്ടത്തിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാനുള്ളത്. നമ്മൾ ആരും തന്നെ സ്വന്തം ഇഷ്ടത്തിന് ദാസരാകരുതെന്നാണ് ദൈവത്തിന്റെ പ്ലാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം യേശുവിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ഇതാ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. ദൈവാത്മാവ് കടന്നു വരുന്ന വഴി പിതാവിന് തിരുവിഷ്ടം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. അവിടെയാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് കഴിയുക. അവിടെയാണ് നമുക്ക് പ്രത്യാശിക്കാനായിട്ട് കഴിയുക. ഒന്ന് കൈയുയർത്തി കൈയടിച്ച് പ്രൈസ് ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നാം യേശുവിനെ അറിയാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് നമുക്ക് നമ്മുടെ വില തന്നെ മനസ്സിലാക്കാൻ കഴിയുക. ചിലരുടെ ജീവിതത്തിൽ അവർ അവരവരെ കുറിച്ച് തന്നെ കരുതിയിരിക്കുന്നത് വളരെ വിലയിടിഞ്ഞ ഒരു കാഴ്ചപ്പാടിലാണ്. എനിക്കിന്ന് വരെ എന്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇതാ കാര്യമായിട്ടൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ എനിക്കെന്ത് വിലയുണ്ട്? ഈ രീതിയിലെല്ലാം സ്വയം അവരവരെ കുറിച്ച് വളരെ താഴ്ത്തിക്കെട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞു കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെയധികം ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മക്കളില്ലാതെ പല ദമ്പതിമാരുമായി സംസാരിക്കാൻ ഇടയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവ് എന്നോട് പറഞ്ഞു, അവരുടെ തറവാട്ടിൽ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടായാൽ എങ്ങനെ പോകാതിരിക്കാം എന്നതിനെക്കുറിച്ചാണ് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, അതെന്താ? അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ചോദിക്കും, പിള്ളേർ എത്രയുണ്ട്? ഇല്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു അനുകമ്പയുടെ മുഖമായിരിക്കാം അവർ കാണിക്കുന്നത് എങ്കിൽ പോലും അതൊന്നും ഒന്ന് കാണുക പ്രയാസകരമായൊരു കാര്യമാണ്. അത്തരം ചോദ്യങ്ങൾ തങ്ങളോട് ചോദിക്കാതിരിക്കാൻ വേണ്ടി കഴിയുന്നിടത്തോളം കുടുംബത്തിലെ കൂട്ടായ്മയിൽ നിന്നെല്ലാം ഞങ്ങൾ മാറി മാറി നടക്കുകയാണ് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിലയിടിവിൻ്റെ നൊമ്പരം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിലയിടിവിൻ്റെ നൊമ്പരം വളരെ ആഴത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മൾക്ക് യേശുവിനെ പിതാവ് നൽകിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾ അറിയാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും നമ്മുടെ വില പിന്നെ ഒരു കാലത്തും ഇടിയുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളിലെ സുവർണ വാക്യമെന്നാണ് യോഹന്നാൻ 3:16 കുറിച്ച് പറയുന്നത്. തന്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. തന്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു.
ഈ സദ്വാർത്തയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതാ യേശുവിനെ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെയും, യേശുവിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ വളരാൻ തുടങ്ങും. ദൈവാത്മാവിനെ നാം സ്വീകരിക്കുന്ന വഴി നമ്മുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് കടന്നു വരും. നമുക്ക് അപ്പസ്തോലന്മാരുടെ ജീവിതം എടുത്തു നോക്കാം. അവർ വെറും ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന ആളുകളായിരുന്നു. മീൻപിടുത്തക്കാരായിരുന്നു പലരും. എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചിരുന്നവരായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ യേശുവിനെ അറിയാനിടയായി. യേശുവിനെ അറിയാനിടയായി കഴിഞ്ഞപ്പോഴേക്കും അതുവരെയും അവര് മനസ്സിലാക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പും വിളിയും അവരെക്കുറിച്ചുണ്ട് എന്ന ബോധം അവർക്കുണ്ടായി. ഇതാ യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ അവർ ദൈവാത്മാവിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ സെഗിയോൻ ഊട്ടിശാലയിൽ വെച്ച് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ശിഷ്യന്മാരെല്ലാം പുത്തൻ വ്യക്തികളായി മാറി. പുത്തൻ വ്യക്തിയായി എന്ന് പറഞ്ഞപ്പോൾ അവർ പുതിയ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളായിട്ട് മാറി. ദൈവാത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായിട്ട് അവർ മാറി. അവർക്ക് ലോകത്തിന് എന്തോ പുതിയത് കൊടുക്കുവാനായിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് വഴി അവരിൽ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, എങ്ങനെയാണ് അവർക്ക് ദൈവാത്മാവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞത്? അവർ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവം തരുന്ന സദ്വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ പുത്രനായ യേശുവിനെ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെയും, നമ്മളെല്ലാവരും തന്നെ പരാതിക്കാരാണ്. എന്താണ് നമ്മുടെ പരാതി? കിട്ടിയത് പോരാ എന്നതിനെക്കുറിച്ച് പരാതി. എന്തെങ്കിലുമൊക്കെ പരാതികൾ നമുക്കുണ്ടാകും. എന്നാൽ ഈ പരാതി വേറെ രീതിയിലേക്കാണ് വളരുക. ദൈവത്തോടുള്ള ഒരു ദേഷ്യമായിട്ടാണ് പലരിലും ഈ പരാതി കിടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഭാര്യയും ഭർത്താവും അടുക്കൽ വന്നു. അവരെന്നോട് പറഞ്ഞു, 8 വർഷമായി അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഭാര്യ ഗർഭിണിയായി. 4 മാസമായപ്പോഴേക്കും അത് അബോർഷനായിപ്പോയി. അതേ തുടർന്ന് പിന്നെ അവരൊരിക്കലും പ്രാർത്ഥിക്കാറില്ല, ദേവാലയത്തിൽ പോകാറില്ല. ദൈവം എന്ന് കേൾക്കുമ്പോൾ 2 പേർക്കും ദേഷ്യമാണ്. ആ സഹോദരി പറഞ്ഞു, ആന കൊടുത്തില്ലെങ്കിലും ആശ കൊടുക്കരുതെന്നാണ് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ എന്തിനാണ് ദൈവം തന്നത്? ഇങ്ങനെ ആ കുഞ്ഞിന് മുഖം പോലും കാണാൻ സാധിക്കാതെ ദൈവം ആ കുഞ്ഞിനെ മാറ്റിക്കളഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ തന്നത്? എന്തിനാണ്? ദൈവത്തോട് ചിലരുടെ ഉള്ളിൽ ദേഷ്യം കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞിനെ നൽകി, കുഞ്ഞ് നഷ്ടപ്പെട്ടു, ദൈവത്തോട് ദേഷ്യം. അല്ലാത്തവർക്കും ദേഷ്യമില്ലേ? ഒരിക്കലും ഭാര്യയും ഭർത്താവും എന്നോട് പറഞ്ഞു, ഞങ്ങൾ പോകാത്ത നൊവേന സ്ഥലങ്ങളില്ല, ഞങ്ങൾ പോകാത്ത തീർത്ഥാടന സ്ഥലങ്ങളില്ല, ഞങ്ങൾ ചെല്ലാത്ത പ്രാർത്ഥനയില്ല.
അവസാനം ഞങ്ങൾ തീരുമാനിച്ചു, ദൈവത്തിന് ഞങ്ങളെ വേണ്ട, എന്നാൽ ഞങ്ങൾക്കും അങ്ങോട്ടും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ദേഷ്യമാണ്. അവർ ദൈവത്തോട് ദേഷ്യപ്പെട്ട് പ്രാർത്ഥനയെല്ലാം നിർത്തിയിരിക്കുന്നു. ചില ദൈവത്തോട് ദേഷ്യപ്പെട്ട് മദ്യപിച്ച് നടക്കുന്നവരുണ്ട്. ചില ദൈവത്തോട് ദേഷ്യപ്പെട്ട് ഇനി ഞാൻ തോന്നി പോലെ ജീവിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ആട്ടെ, ഞാൻ ഇന്ന് ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ദൈവത്തോട് ദേഷ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും മനസ്സിൽ പറയും, ഇതും കൂടെ ഒരു അവസാനത്തെ പോക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ഇനി ദൈവം എനിക്കില്ല, വേറെ ആരും ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടിലൊന്ന് തീരുമാനിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമ്മൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാതെ വന്നാൽ നമുക്കൊക്കെ ദൈവത്തോട് ദേഷ്യമുണ്ട്. ദൈവത്തോട് ദേഷ്യം വന്നാൽ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഒന്ന് കണ്ടുകിട്ടിട്ട് വേണ്ട ദേഷ്യപ്പെടാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് അദ്ദേഹം മരിച്ചുപോയി. ആനവക്കീലെന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില ലേഖനങ്ങൾ ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദിവസം, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്, അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. എന്നോടെന്തോ ഇച്ചിരി താല്പര്യവും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെന്നത്. പ്രൈസ് ദി ലോർഡ്. അയാളെ വീടിൻ്റെ വാതിൽക്കൽ തന്നെ പുള്ളിക്കാരൻ ഒരു കല്ലറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പുള്ളി കല്ലറയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി മരിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഇട്ടാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അയാളുടെ പറമ്പിൽ ഒരു 7-8 ആനകളെ കുഴിച്ചിട്ടിട്ടുണ്ട്. ആന സെമിത്തേരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, വെളിയിലേക്ക് പോകാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ആദ്യം പുള്ളി വീടിൻ്റെ പുറയിൽ ഒരുമാതിരി അറിയപ്പെടുന്ന എല്ലാ ദൈവങ്ങളുടെയും രൂപം പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ രൂപത്തിനെയും മുമ്പിൽ ചെന്ന് പറയാവുന്നിടത്തോളം തെറി പറഞ്ഞ് ചിലപ്പോൾ പുള്ളി തുപ്പി ഒഴിച്ചിട്ട് പുള്ളി പോകും. പ്രൈസ് ദി ലോർഡ്. ഇത് പുള്ളിയുടെ ദിവസമുള്ള പരിപാടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എന്തൊക്കെയോ കടുത്ത നിരാശ പുള്ളിക്കുണ്ട്. പക്ഷേ പുള്ളി അത് അംഗീകരിക്കാനോ ഏറ്റുപറയാനോ പുള്ളിക്ക് താല്പര്യമില്ല. ഞാൻ അദ്ദേഹത്തെ ഇവിടെ ഒരു ധ്യാനത്തിന് കൊണ്ടുവന്നു. ഒരാഴ്ച പുള്ളി ഇവിടെ ധ്യാനിച്ചു. ധ്യാനത്തിന് മുമ്പ് പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ എത്ര ധ്യാനം വേണേ കൂടാ, പക്ഷെ അച്ഛനെ എന്നെ വിശ്വാസിയാക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏതായാലും പുള്ളി ധ്യാനത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, ഒരു ഷേണായി എന്ന് പറഞ്ഞൊരു വക്കീലാണ്. ഹൈക്കോർട്ടിലാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ബ്രാഹ്മണനാണ്. ഈ ധ്യാനമെല്ലാം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി ഈ ഷേണായി വക്കീലെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ്? ഷേണായിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥന വിശ്വാസമില്ലാത്ത ആളായി കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മുടെ കാര്യമോ? പുള്ളി പറഞ്ഞു, ഇവരെന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആളൊരു പാവത്താനാണ്, പക്ഷെ ഇങ്ങനെ ഒരു മിഥ്യ ചിന്തയിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ഉള്ളില് ദൈവത്തോട് ദേഷ്യം കിടപ്പുണ്ട്. ദൈവത്തെ കണ്ടുകിട്ടാത്തത് കൊണ്ട് ഇത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ദേഷ്യം ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തോട് ദേഷ്യം കാണിക്കാൻ പറ്റിയില്ലേ പിന്നെ ആരോട് കാണിക്കും? അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ദേഷ്യം കാണിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കല് ഞാനൊരു ഇടവകയിൽ ധ്യാനം നടത്തുമ്പോൾ വീട് സന്ദർശനമായിട്ട് പോവുകയായിരുന്നു. ആ മനുഷ്യനെ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല. അയാൾ എൻ്റെ പുറകെ നടന്ന് കുറേ നേരം തെറി പറഞ്ഞൊരു പൊക്കളഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഇയാൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാൻ ആ സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുന്നതാണ്. ഞാൻ അയാളുടെ വീട്ടിലേക്ക് വരെ പോയിട്ടില്ല. അതിന് മുമ്പ് അയാൾ ഇങ്ങോട്ട് വന്ന് തെറി പറഞ്ഞിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇയാൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? എന്തിനാണ്? അപ്പം ഞാൻ തിരക്കഴിഞ്ഞപ്പോൾ ഇയാളെ ഞാൻ വല്ല വൈദികരല്ലോ എന്തെങ്കിലും വിഷമല്ല ഇയാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയും സംഭവിച്ചിട്ടില്ല. പിന്നീട് പുള്ളിക്കാരനെ പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി. സംഭവം എന്താ? പുള്ളി കള്ളു കുടിച്ച ശേഷം പുള്ളി തെറി പറയുള്ളൂ. അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിയുടെ കല്യാണം കഴിഞ്ഞ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഭാര്യ പെട്ടെന്ന് പാമ്പ് കടിച്ചു മരിച്ചു. അന്ന് പുള്ളിക്ക് ദൈവത്തോട് ദേഷ്യം തോന്നിയതാണ്. ദൈവത്തെ കിട്ടാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ പേര് പറഞ്ഞു നടക്കുന്ന എല്ലാവരോടും പുള്ളി തെറി പറയും. ഇത്രയും കാര്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അച്ഛന്മാരല്ലേ പറയുന്നപ്പോൾ അച്ഛന്മാരുടെ ദേഷ്യം, പള്ളിയോട് ദേഷ്യം ഇങ്ങനെ വരികയാണ്. ബൈബിളിനോട് ദേഷ്യം, ഇങ്ങനെ പലരോടും ദേഷ്യം വരിക. സഹോദരങ്ങളെയും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം തരേണ്ടതായ ചില കാര്യങ്ങൾ എനിക്ക് നിഷേധിച്ചു എന്ന ചിന്തയുണ്ടാകുമ്പോൾ ദൈവത്തോട് ദേഷ്യം കിടപ്പുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divinetv@gmail.com. Website www.drcm.org.